ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൻ്റെ രണ്ടാം ദിനവും ഓസ്ട്രേലിയൻ ആധിപത്യം. ഓസ്ട്രേലിയയുടെ ആദ്യ ഇന്നിംഗ്സ് സ്കോറായ 212 മറുപടിയായി ബാറ്റിങ്ങിനിറങ്ങിയ ദക്ഷിണാഫ്രിക്ക ആദ്യ ഇന്നിംഗ്സിൽ 138 റൺസിന് ഓൾ ഔട്ടായി 74 റൺസിൻ്റെ ലീഡ് വഴങ്ങി. രണ്ടാം ഇന്നിംഗ്സിൽ 73-7 എന്ന വലിയ തകർച്ചയിൽ നിന്നും കരകയറിയ ഓസ്ട്രേലിയ 8 വിക്കറ്റ് നഷ്ടത്തിൽ 144 റൺസ് എടുത്ത് 218 റൺസിൻ്റെ ലീഡോടെ മത്സരത്തിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ എത്തിയിരിക്കുകയാണ്. വാലറ്റത്തെ കൂട്ടുപിടിച്ച് ഓസ്ട്രേലിയൻ വിക്കറ്റ് കീപ്പർ അലക്സ് കാരി നടത്തിയ ചെറുത്തുനിൽപ്പാണ് സൗത്ത് ആഫ്രിക്കയ്ക്കുണ്ടായിരുന്ന മുൻതൂക്കം ഇല്ലാതാക്കി കളഞ്ഞത്. 43-4 എന്ന നിലയിൽ രണ്ടാം ദിനം ആരംഭിച്ച സൗത്ത് ആഫ്രിക്കയ്ക്കായി ബാവുമയും ബെഡിംഗാമും ചേർന്ന് മികച്ച പ്രതിരോധമാണ് തീർത്തത്. ഓസീസിൻ്റെ പേസ് അറ്റാക്കിനെ അതിജീവിച്ച് ഇരുവരും സ്കോർ മുമ്പോട്ട് കൊണ്ടുപോകവേ രണ്ടാം ദിനം 18-ാം ഓവറിൽ കമിൻസിൻ്റെ പന്തിൽ ലാബുഷൈൻ്റെ ഉജ്ജ്വല ക്യാച്ചിൽ ബാവുമ പുറത്തായി. 84 പന്തിൽ 4 ഫോറും 1 സിക്സും ഉൾപ്പെടെ 36 റൺസായിരുന്നു സൗത്ത് ആഫ്രിക്കയുടെ നായകൻ നേടിയത്. തുടർന്ന് ബെഡിംഗാം വെറൈൻ സഖ്യം കരുതലോടെ ബാറ്റ് വീശിയപ്പോൾ സ്കോർ 100 കടന്നു. 121-5 എന്ന നിലയിലാണ് സൗത്ത് ആഫ്രിക്ക ലഞ്ചിന് പിരിഞ്ഞത്. ലഞ്ചിന് ശേഷം 3-ാം ഓവറിൽ 13 റൺസ് എടുത്ത വെറൈനെ കമിൻസ് വിക്കറ്റിന് മുമ്പിൽ കുടുക്കി. 2 പന്തിന് ശേഷം ജാൻസനെ 0 റിട്ടേൺ ക്യാച്ചിൽ കമിൻസ് മടക്കിയതോടെ 7-ാം ആഫ്രിക്കൻ വിക്കറ്റ് നിലംപൊത്തി. പിന്നീട് ബെഡിംഗാമിനെ വിക്കറ്റ് കീപ്പറുടെ കയ്യിലെത്തിച്ച് കമിൻസ് 5 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കി. 111 പന്തിൽ 6 ഫോർ ഉൾപ്പെടെ 45 റൺസായിരുന്നു ബെഡിംഗാം നേടിയത്. അടുത്ത 3 ഓവറിൽ ശേഷിക്കുന്ന 2 വിക്കറ്റും വീഴ്ത്തി 138 റൺസിൽ സൗത്ത് ആഫ്രിക്കയെ ഓസ്ട്രേലിയ എറിഞ്ഞിട്ടു. 18.1 ഓവറിൽ 28 റൺസിന് 6 വിക്കറ്റ് നേടിയ കമിൻസ് ക്യാപ്റ്റൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും നിറവേറ്റി. മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഓസ്ട്രേലിയ വിക്കറ്റ് നഷ്ടമാകാതെ 10 ഓവറോളം പിടിച്ചു നിന്നെങ്കിലും 11-ാം ഓവറിൽ റബാദ കവാജയെ ഒരിക്കൽ കൂടി ഈ ടെസ്റ്റിൽ പുറത്താക്കി. 2 പന്തുകൾക്ക് ശേഷം ഗ്രീനിനെ 0 ബൗൾഡ് ചെയ്ത് 2-ാം ഓസീസ് വിക്കറ്റും റബാദ കരസ്ഥമാക്കി. പിന്നീട് 22 റൺസ് എടുത്ത ലാബുഷൈനെ വിക്കറ്റ് കീപ്പറുടെ കയ്യിലെത്തിച്ച് ജാൻസൺ ഓസ്ട്രേലിയയ്ക്ക് അടുത്ത തിരിച്ചടി നൽകി. തൊട്ടടുത്ത ഓവറിൽ സ്മിത്തിനെ വിക്കറ്റിന് മുമ്പിൽ കുടുക്കി എൻഗിഡി ആദ്യ വിക്കറ്റും സ്വന്തമാക്കി. 25 പന്തിൽ 1 ഫോർ മാത്രം സ്കോർ ചെയ്ത് 13 റൺസായിരുന്നു സ്മിത്ത് നേടിയത്. ആദ്യ ഇന്നിംഗ്സിലെ ടോപ്പ് സ്കോറർ വെബ്സ്റ്ററെ ബൗൾഡ് ചെയ്ത് എൻഗിഡി 64-5 എന്ന നിലയിൽ ഓസ്ട്രേലിയ എത്തിച്ചു. 3 പന്തുകൾക്ക് ശേഷം മുൾഡർ 4 റൺസ് എടുത്ത ഹെഡിനെ കൂടി മടക്കിയതോടെ ഓസ്ട്രേലിയ 100 തേക്കില്ല എന്ന പ്രതീതിയാണ് ഉളവായത്. അടുത്ത ഓവറിൽ കമിൻസ് കൂടി മടങ്ങിയതോടെ സൗത്ത് ആഫ്രിക്കൻ വിജയം ആരാധകർ സ്വപ്നം കണ്ടിരുന്നു. എന്നാൽ അലക്സ് കാരി സ്റ്റാർക്കുമായി ചേർന്ന് ഭാഗ്യത്തിൻ്റെ അകമ്പടിയോടെ സ്കോർ 100 കടത്തി. ഒടുവിൽ 14 ഓവറുകൾക്ക് ശേഷം കാരിയെ റബാദ പുറത്താക്കി 8-ാം ഓസീസ് വിക്കറ്റും വീഴ്ത്തി. 50 പന്തിൽ 5 ഫോർ ഉൾപ്പെടെ 43 റൺസായിരുന്നു കാരി നേടിയത്. 144-8 എന്ന നിലയിൽ രണ്ടാം ദിനം ഓസ്ട്രേലിയ അവസാനിപ്പിക്കുമ്പോൾ 16 റൺസോടെ സ്റ്റാർക്കും 1 റണ്ണോടെ നഥാൻ ലിയോണുമാണ് ക്രീസിൽ. നിലവിൽ 218 റൺസിൻ്റെ ലീഡുള്ള ഓസ്ട്രേലിയയുടെ ഈ ടോട്ടൽ സൗത്ത് ആഫ്രിക്കൻ ബാറ്റിംഗ് നിര മറികടക്കാൻ സാധ്യത കുറവായതിനാൽ 3-ാം ദിനം തന്നെ ഓസ്ട്രേലിയൻ വിജയമാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.